great in this stage. One is Pujya Swamiji. Yesterday I happened to hear his discourse, and it is really enlightening, and that is the need of here. We all need, whatever we say, we need enlightenment. We need spirituality. We need many things, which is perhaps many a times we think that is not the important thing, but that is the most important thing. And another thing is Miss Priya, that she is a wonderful person. She is a wonderful person, and I am not considering her as a politician, but I am considering her as a statesman, because I have heard her, and I am also finding her, her thinking, her expressions in various ways in this country. It is something. Of course, her parents are great, and I need not tell because she is so well known. And now you are going to hear her, and as well as Pujya Swamiji. And I hope this day will be a very memorable occasion, very memorable day in all of our life, so that we will take home some memorable message. With this, I wish you once again, all of you, a very happy Onam. Thank you very much. മലയാളികളായ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ഞാൻ മേഡത്തിനോട് പറഞ്ഞു ഐ എം ഗോയിങ് ടു ടോക്ക് ഇൻ മലയാളം എന്നുള്ളത്, കാരണം മലയാളികളുടെ ഓണമാണ്. അതുകൊണ്ട് മലയാളത്തിൽ സോറി മേഡം. അപ്പോൾ മലയാളികളെ സംബന്ധിച്ചൊരു വലിയൊരു ഭാഗ്യമുള്ള ദിവസമാണ്. കാരണം ഓണം എന്ന് പറയുന്നത് നമുക്ക് ഒന്നിക്കാനുള്ള ഒരു അവസരമാണ്. ഒന്നിക്കാനുള്ള അവസരം മാത്രമാകരുത്, നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ ഏതായാലും ഞാൻ അതിൻ്റെ ആ രസച്ചരട് മുറിക്കുന്നില്ല, ഈ രസം ഇരിക്കട്ടെ. ഒരു കവിത പാടിക്കൊണ്ട് നമുക്ക് ഞാൻ എൻ്റെ പ്രഭാഷണത്തിലേക്ക് കിടക്കാം. എല്ലാവരും നിവർന്നിരിക്കും, എല്ലാവരും കൂടെ പാടുന്നത് നല്ല രസമുള്ളൊരു കവിതയാണ്. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയാണ്. എല്ലാവരും ഉറക്കെ പാടണേ. ഏറ്റുപാടാലോ? റെഡി? ഒന്നെന്നിങ്ങനെ എഴുതാം. നിങ്ങൾ രാവിലെ കോഴക്കട്ട കഴിച്ചു വന്നോ? ശബ്ദം പോലെ ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട തിരിവും വേണ്ട, വളവും വേണ്ട തിരിവും വേണ്ട. ചരിവും വേണ്ട ഒടിവും വേണ്ട, ചരിവും വേണ്ട ഒടിവും വേണ്ട. കുത്തനെയൊരു വര വലിയ വരാം, കുത്തനെയൊരു വര വലിയ വരാം. ഒന്നായാൽ നന്നായി, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, നന്നായാൽ ഒന്നായി. ഒന്നായി നന്നായാൽ, ഒന്നായി നന്നായാൽ, നന്നായി ഒന്നായാൽ, നന്നായി ഒന്നായാൽ. നന്നാവാനും ഒന്നാവാനും ആവട്ടെ ഈ ഓണം നമുക്ക്. അപ്പോൾ നമ്മള് ഓണത്തെ കുറിച്ച് പല കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കല, അതുപോലെ കവിത, സംഗീതം, നൃത്തം, ഇങ്ങനെയൊരു അനുഗ്രഹ ഭൂമിയിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ഭാരതത്തെ പോലെ ഇത്ര വൈവിധ്യമാർന്ന സംസ്കാരം വേറൊരു ലോകം ഉണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് പല വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര മഹത്താർന്ന ഒരു സംസ്കാരം ലോകത്തിൽ എവിടെയില്ല. ആ സംസ്കാര ഭൂമിയിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. ആ സന്തോഷം നമുക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ മഹാബലിയുടെ ചരിത്രം വെച്ചിട്ടാണല്ലോ ഈ ഓണം ആഘോഷിക്കുന്നത്. നമ്മൾ ഇന്ന് ഓണത്തെ നമ്മൾ പുതിയൊരു മാനദണ്ഡത്തിലേക്ക് ഉയർത്തണം. പൊതുവെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിൽ എപ്പോഴും അതിനെ ഒരു കലാസാംസ്കൃതിക ഒരു എന്താ പറയുക കൾച്ചറൽ ഫെസ്റ്റിവൽ ആയിട്ടാണ് കാണുക. നേരത്തെ പറഞ്ഞ പോലെ കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ഫെസ്റ്റിവൽ. നമ്മൾ അതിനെ കുറിച്ച് ഒരു ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയണം. കാരണം ഭാരതത്തിന്റെ കഥകളൊക്കെ കഥകളായിട്ട് എടുക്കരുത്. അതിന്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ പോലെ ചില ചിന്തിക്കാനുള്ള വകകളുണ്ട്. ഈ മഹാബലി എന്ന് പറയുന്നത്, മഹാബലി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ വ്യക്തി, അതൊരു ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. 3 അടി മണ്ണ് ചോദിച്ചു എന്ന കഥകൾ നിങ്ങൾക്ക് അറിയാം. ഈ 3 അടി നമുക്കിന്ന് ആവശ്യമാണ്. എന്താണ് ഈ 3 അടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സെൽഫിഷ്നെസ്സിനെ സാക്രിഫൈസ് ചെയ്യുന്ന അടിയായിരിക്കണം. അപ്പോഴാണ് ലോകത്തിൽ എല്ലാവരും നന്നാവുക. ഈ സെൽഫിഷ്നെസ് വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ കൺസ്യൂമറിസവും അവനവന്റെ കാര്യം നോക്കുന്ന സമയത്താണ് ഈ നക്സലിസവും
ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, കാരൽ മാക്സ് പറഞ്ഞ പോലുള്ള അവസ്ഥകളൊക്കെ വരുന്നത്. രണ്ടാമത്തെ ഒരു അടി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിനേക്കാൾ വലിയൊരു സമ്പത്തില്ല. നമുക്കറിയാം, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഡൽഹിയിൽ വെച്ച് നശിപ്പിച്ചത്. ബോംബെയിൽ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള കുട്ടിയാണ് നശിപ്പിച്ചത്. മനസ്സാണ് ശക്തി എന്നുണ്ടെങ്കിൽ ആ മനസ്സിനെ തോൽപ്പിക്കാൻ ഒരാളെയും സമ്മതിക്കരുത്. റീസെന്റ് ആശാറാം when he was arrested, I was there in London. അപ്പൊ എന്നോട് ഒരു ചോദ്യം ചോദിച്ച പത്രപ്രവർത്തകൻ, what do you say about all the Swamis when they do all kinds of nonsense? അപ്പൊ ഞാൻ പറഞ്ഞു, ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്യുന്നത് അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, ഗുരുവായാലും ശരി, ഈ സ്വാമി ഉദിച്ചതിനായാലും ശരി, ആദ്യം ഉപദേശിക്കണം, വീണ്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നെഞ്ചിൽ ചവിട്ടണം. അതാണ് ഭാരതത്തിന്റെ സംസ്കാരം എന്നുള്ളത്. അതാരായാലും ശരി, നമ്മള് അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, നമ്മള് ഗുരുദേവോ മാതൃദേവോ എന്നൊക്കെ പറയുമ്പോഴും ഒരാളെയും നമ്മുടെ മാനസികമായി കറപ്റ്റ് ചെയ്യാൻ, നമ്മളെ എന്താ പറയുക, ചൂഷണം ചെയ്യാൻ അനുവദിക്കരുത്. അതായിരിക്കട്ടെ നമ്മുടെ സംസ്കാരം. അപ്പൊ മനസ്സാണ് ഏറ്റവും വലിയ സമ്പത്ത്. മഹാബലിയുടെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടിട്ടും മനസ്സ് തളർന്നില്ല. ഇന്നത്തെ തലമുറ അത് പഠിക്കണം. അപ്പോഴാണ് ഓണത്തിന് ഒരു പുതിയ മാനദണ്ഡം വരുന്നത്. അതേപോലെയാണ് മഹാബലിയുടെ മൂന്നാമത്തെ അടി. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അദ്ദേഹം ദുഃഖിച്ചില്ല. ഇനി എന്ത് നേടാൻ പറ്റും? അതുകൊണ്ട് ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യണു. അതേ പറഞ്ഞു, സുതലത്തിലേക്കാണ് ഉയർത്തി, പാതാളത്തിലേക്കല്ല. ഒരു റെസ്പെക്റ്റിന്റെ ലോകം നമുക്ക് കാത്തിരിക്കും. നിങ്ങൾ തളരാതിരുന്നാൽ സമൂഹം നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. നിങ്ങൾ തളർന്നു പോയാൽ എല്ലാവരും നിങ്ങളെ കൈവിടും. അതുകൊണ്ട് തളരാത്ത ഒരു മനസ്സ് നേടിയെടുത്ത് ആദരവിന്റെ, ബഹുമാനത്തിന്റെ ഒരു ഉന്നതിയിലേക്ക് ഉയരാൻ ഈ ഓണം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അതിനുള്ള സുഹൃത്തുവും സൗഭാഗ്യവും ഉണ്ടാകും. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഒരു തമാശയും കൂടി പറഞ്ഞു നിർത്താം. ഈ ഓണത്തിന് പ്രധാനമന്ത്രി ഇന്ത്യയിൽ, കേരളത്തിൽ വന്നൊരു കഥയുണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് അതേ കേരളത്തിൽ വന്ന്, കേരളീയർക്ക് ഓണത്തിനന്ന് പഴം വളരെ പ്രധാനമാണല്ലോ. രാവിലെ തന്നെ പഴം പുഴുങ്ങ, പഴം കൊണ്ട് പല സാധനങ്ങൾ. അപ്പൊ രാവിലെ തന്നെ പ്രധാനമന്ത്രി എണീറ്റ് അദ്ദേഹം വന്നപ്പോ ഡൈനിങ് ഹാളിന്റെ അവിടെ എത്തുന്ന സമയത്ത് ഒരു ഇല വെച്ചിരിക്കുന്നു ഡൈനിങ് ടേബിൾ. ചോദിച്ചു, ക്യാ ഹേ? ബനാന പത്ത ഹേ. ക്യോं ബനാന പത്ത? ഖാനെ കെ ലിയെ. അപ്പൊ ചോദിച്ചു, തും ലോഗ് ബനാന പത്ത ഖാത്തെ ഹേ? നീ ഉസ്മേ ഖാത്തെ ഹേ. നമ്മുടെ മലയാളികൾ അങ്ങനെയുള്ള കഴിക്കുക. അപ്പൊ അദ്ദേഹത്തിന് അതില് പഴം പുഴുങ്ങിയതിട്ട് കൊടുത്തു. പഴം പുഴുങ്ങിയതിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാലോ, തിരി ചുക്കി ചൊളിഞ്ഞിട്ടൊക്കെ. ക്യാ ഹോ ഗയാ ബനാന കോ? ബോയിൽ ബനാന ഖാത്തെ ഹേ. അപ്പൊ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. ഇങ്ങനെ ഒരു നല്ല പഴത്തിനെ ഇങ്ങനെ അവസ്ഥയാക്കേണ്ടതുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന് ഫോർക്കും ഇത് കൊടുത്തു, പ്രതി കൊടുത്തു. അദ്ദേഹം അതിന് തോല കഴിക്കുന്ന ഓരേ ഖാന അന്തർക്കാന. അവസാനം അതൊക്കെ കൂടി കഴിച്ചൊരു 10 മണിയപ്പോൾ പറഞ്ഞു, IAS ആ. വീണ്ടും ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി അദ്ദേഹത്തിന്. അപ്പൊ നോക്കും, ബനാനാമത്ത് അഭി ഉസ്മേ ഖായേഗാ സാബ്. അപ്പൊ കൊണ്ടുകൊടുത്തു പഴം പൊരി. ബനാന ബജി ഹേ. ഒരു വലിയ ബനാന, ചിലരുണ്ടല്ലോ ഫുൾ ബനാന ബജിയാക്കും. അതും അദ്ദേഹത്തിനെ കൊണ്ട് കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീണ്ടും ബനാന പത്ത, അഭിബി ബനാമത്ത ഹേ, അഭി ഖാന ഹേ. ചോറിന്റെ കൂടെ ഒരുവിധം സാധനങ്ങളൊക്കെ ബനാന കൊണ്ട് ഉണ്ടാക്കിയത്. എരിശ്ശേരി, മറ്റത്, അവസാനം പായസം പോലും ബനാന കൊണ്ട്. അതേ പറഞ്ഞു, കേരളമേ ബനാന ഇത്ര പൊട്ടൻഷ്യൽ ഹേ, കാരണം ഇത്രയധികം പവർഫുൾ ആണ് ഈ ബനാന. അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും അദ്ദേഹത്തിനെ വിളിച്ചു. ഡൈനിങ് ടേബിളിൽ നമുക്ക് ബനാന പത്ത. അദ്ദേഹത്തിന് വയറിന് അപ്സെറ്റ് വരാൻ തുടങ്ങി. അബീബി ബനാന പത്ത, അബീബി ചിപ്സ്, ബനാന ചിപ്സ്. പുറത്തപ്പേരി ചടപ്രവേദി കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, രാത്കോ അമ്മക്കോ ബനാന നീ ചായേ. കാരണം രാവിലെ മുതൽ നിങ്ങൾ തീറ്റിക്കാൻ തുടങ്ങിയ ഓണായിട്ട് തന്നെ ബനാന. ക്യോ ആപ് ലോഗ് ഇത്ര അമ്മക്കോ ബനാന ദേത്താ ഹേ? അപ്പൊ പറഞ്ഞു, ക്യാ ഹേ നാ आप इधर आने के बाद ऐसा बोलता है ना, प्रधानमंत्री मारे कब ना पड़ेगा, हमको इधर एक ब्रिज बनाना चाहिए, रेलवे स्टेशन बनाना चाहिए, पुलिस स्टेशन बनाना चाहिए. हम सोचा आपको बनाना इतना पसंद है, इसलिए बनाना दिया. അതുകൊണ്ട് ഈ ബനാനയുടെ ഒരു ഉത്സവമായ ഓണം എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ. എനിക്ക് സമയക്കുറവ് കാരണം എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. നന്ദി, നിങ്ങളുടെ കൂടെ കൂടാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്. And humor is so knowledgeable. Thank you so much, Swamiji. We are blessed. Now, may I humbly request Ms. Priya Dutt to deliver the speech. Reverend Swamiji, President of Hiranandani Keralite Association, General Secretaries, ladies and gentlemen, children, I feel very honored to be here today for the celebrations and would like to wish all of you a very happy Onam. Unfortunately, I couldn't understand everything that Swamiji said except the last part, and it was very humorous. It is wonderful to see, especially in a city like Mumbai,
which I consider our home, and yet we see all the colors of India in a city like Mumbai. And yet it's wonderful to see that how everyone is really taking that time, putting in an effort to preserve their culture and tradition. I'm sorry I missed the celebrations in the beginning, and I know that a lot of children performed, and I see the ladies dressed in the beautiful Kerala saris, which I was going to wear myself. And but it is really, really wonderful. I also want to say that, and I'm talking as a Mumbaikar, and I'm addressing all of you also as Mumbaikars, because I know that you come from far away states. You come here and make Mumbai your home, and we all contribute to Mumbai, and Mumbai belongs to all of us. So all of us are in our home right now. To instill the cultural values, to instill the basic values in our children, I think is the need of the hour today. And that is the effort which I think every parent sitting here is really doing, and doing a great job of it. I have 2 little boys myself, and I think my biggest dream for them, and I always look at myself as that parent who says that I hope I'm giving enough time to my children, I hope I'm not neglecting them, I hope I'm giving them the right values. Because my dream is for them to be raised as good human beings. And I think that is what the crux of our Indian culture is. With somewhere, and I agree with Dr. Saab when he says that we have become, there's too much consumerism. We have kind of forgotten, or we are forgetting the values which we were brought up with and what our elders taught us. And today we are in the position of those elders who have passed away now. And I think that onus goes on to us. It is our responsibility to instill the same values in our children. So it's a great effort I think every parent has to make in this life, because everything has changed so rapidly. And I'm sure many of you might agree with me, but you know, when we were growing up, it was so different from what it is now. And I think we have to change with time, and yet we have to preserve what has always inherently been our strength, and that is our culture and our tradition. And with that comes our values. So a lot of problems which we see in society today, it could be about women, it could be about crimes, it could be about everything we read in the newspapers or watch on television. Nothing I think we see and hear is positive news. And it's very sad, because it's kind of making us very pessimistic in our approach to life, and that shouldn't happen. And once again I go back to what our Indian culture is, what our scriptures say. It has always been about looking at things positively, to bring about the positive change in you, to bring about goodness in you. You have to first think positive. So I think that is the message on this special day of Onam I would like to give all the members here, especially for the children. Let's raise them with positivity. Let's instill positive thoughts in these young minds, because they are the future of our country, and they will be taking it to another level. And that's an effort which we all have to put in. So thank you very much for having me here today, and it's been a great honor and a pleasure to be amongst you. May I request our Vice President, Mr. Vijay Paul, to hand over the flower bouquet to Ms. Priya. And we have a very important item to be conducted here. May I request Madam Priya Dutt, Nandakumar sir, Mr. Kumaran Nair,
and Mr. Johnson Karatil to please come to the lamp along with our chair.